100 ഇരട്ടി വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 1421. കഴിഞ്ഞ തവണ UDF-നോ കോൺഗ്രസിനോ പച്ച തൊടാൻ കഴിയാത്ത സ്ഥലത്താണ് ഇപ്പോൾ ഈ ഒരു മുന്നേറ്റം രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. 1421 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു. പാലക്കാട് നഗരസഭാ പരിധിയിലെ 3ാമത്തെ റൗണ്ട് പൂർത്തിയായി. 4ാമത്തെ റൗണ്ട് എണ്ണുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുണ്ടാവുന്നത്. ഇനിയും 4 റൗണ്ടുകൾ കൂടി എണ്ണിയെങ്കിൽ മാത്രമേ നഗരസഭാ പരിധിയിലെ വോട്ടുകൾ പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷമാണ് പിന്നീട് പഞ്ചായത്തുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അവിടെ കൃത്യമായ രീതിയിൽ 8ാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ BJP-യുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കിയാൽ കൃത്യമായിട്ടുള്ള അടിയൊഴുക്കൾ മനസ്സിലാക്കാൻ കഴിയും. ഈ സമയത്ത് BJP സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള തിരിച്ചടി പാലക്കാട് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം. 1421 വോട്ടിന് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടം മുന്നിട്ട് നിൽക്കുന്നു. പാലക്കാട് UR പ്രദീപ് ആദ്യ ഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള തേരോട്ടം ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും മിഡിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല. 6362 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ UR പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു. മറ്റേ പാലക്കാടിലെ പോലെ മാറി പറഞ്ഞില്ല, സ്ഥിരത വളരെ നേർദിശയിലൊക്കെ പോവുകയാണ്. അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും അതിവേഗം ബഹുദൂരം എന്ന് UDF ഭാഷയിൽ പറഞ്ഞു തന്നാൽ 1 ലക്ഷം കടന്നിരിക്കുന്ന പ്രിയങ്ക അത് തന്നെയാണ്. 6362 വോട്ടുകൾക്ക് മുന്നിലാണ് UR പ്രദീപ്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും വലിയൊരു മുൻതൂക്കം രാഹുൽ മാങ്കൂട്ടം 1421 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞു. BJP-യുടെ ശക്തി മേഖലകളെല്ലാം തന്നെ കോൺഗ്രസ് ആധിപത്യം തെളിയിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഇനി 4 റൗണ്ട് എണ്ണി തുടങ്ങിയിരിക്കുന്നു. വോട്ടുകളുടെ റിസൾട്ടുകളുടെ വേഗം വളരെ അവിടെ മാത്രം ഇച്ചിരി കുറവാണെന്ന് റിസൾട്ടിൽ ഫലം കാണുന്നത് നമുക്ക് തോന്നുന്നുണ്ട്. വയനാട്ടിലാണെങ്കിൽ 3 ഇടങ്ങളിലായിട്ടാണ് ഈ വോട്ടെണ്ണൽ നടക്കുന്നത്. തീർച്ചയായും അങ്ങനെ 6800ലേക്ക് തന്നെ ലീഡ് ഉയർത്തിയിരിക്കുന്നു ചേലക്കരയിൽ UR പ്രദീപ്. അക്ഷരാർത്ഥത്തിൽ തേരോട്ടം തന്നെ രമ്യ ഹരിദാസിനെ പാട്ടും പാടി തോൽപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും 6800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് മുന്നിലേക്ക് വരുന്നു. കഴിഞ്ഞ തവണത്തെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം മറികടക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. 1421 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം തേരോട്ടം തുടരുന്നു. പ്രിയങ്ക ഗാന്ധി മികച്ച മുന്നേറ്റം തന്നെ നടത്തിക്കൊണ്ട് 1 ലക്ഷത്തിന് മുകളിലേക്ക് തന്നെ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലുള്ള ആ ഒരു മുന്നേറ്റം ഈ ഘട്ടത്തിൽ വീണ്ടും ഒരു സമയം പോലും താഴേക്ക് പോകാതെ കൃത്യമായും ആ ലീഡ് നില ഉയർത്തിക്കൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. UR പ്രദീപും ആദ്യഘട്ടത്തിൽ കാണിച്ച ലീഡ് ആ നില തന്നെ സ്ഥിരതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. 6800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UR പ്രദീപ് മുന്നിട്ട് നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടം 1421 വോട്ടിന് മുന്നിൽ പാലക്കാട് മുന്നേറ്റം തുടരുകയാണ്. ഈ കൃത്യമായിട്ടുള്ള BJP-യുടെ വോട്ട് ബാങ്കുകളെല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയുള്ള മുന്നേറ്റം UDF പാലക്കാട് നടത്തുന്നു. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ചങ്ക് വിരിച്ചു നിൽക്കാൻ VD സതീശനെയും ഷാഫി പറമ്പിലിനെയും സുധാകരനെയും ഒക്കെ തന്നെ പ്രാപ്തരാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു മുന്നേറ്റമാണ് രാഹുൽ മാങ്കൂട്ടം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാലും ഈ ചേലക്കരയിലെ തോൽവി വലിയ പ്രതികരണം വന്നു എന്നാണ് തോന്നുന്നത്. ചെങ്കോട്ടയാണ് ചേലക്കര എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഒരു FP പോസ്റ്റ് കാണുന്നുണ്ട്.